ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാഗദേവങ്ങളുടെ സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത്, ഈ ഇതളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1. ഈ ഒരു ഇതളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 2. ഇതാണ് ചൂസ് ചെയ്യുന്നത് പിങ്കിഷ് കളറാണ് അല്ലെങ്കിൽ ലൈറ്റ് റോസ് ആണെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇനി ഇത് ഒരു കാർഡ് റീഡിംഗ് ടാരോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് ബേസിക്കലി ഒരു പെറ്റൽ റീഡിംഗ് ആണ്. സോ പെറ്റൽ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു റീഡിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. സോ പൈൽ നമ്പർ 1 അല്ലെങ്കിൽ കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്പർ 1. ഓക്കെ, ആദ്യം തന്നെ കാർഡ് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കാർഡ് വന്നിരിക്കുന്ന 4 ഓഫ് സോർഡ്സ് എനർജിയാണ്. നിങ്ങളുടെ 4 ഓഫ് സോർഡ്സ് എനർജി ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ മുന്നോട്ടേക്ക് വരുന്ന 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു വരുന്ന സെപ്റ്റംബർ മാസം, നിങ്ങളിത് എപ്പോഴാണ് കേൾക്കുന്നത് അപ്പോൾ നിന്ന് വരുന്ന സെപ്റ്റംബർ മാസമാണ് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ, ഭക്ഷണം സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാറ്റം വരുത്താനായിരിക്കാം ഒരു സാധ്യത. IBS അതുപോലുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഫാറ്റ് കൂടുതൽ വയറിന്റെ ഭാഗത്തുള്ളത് സംബന്ധിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഭക്ഷണ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വാക്കാൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വാക്കാൽ ഉടമ്പടി തയ്യാറായി, അതായത് നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യവും എഴുതി ചേർത്തിട്ടില്ല എങ്ങും, കോൺട്രാക്റ്റ് ഒന്നും വെച്ചിട്ടില്ല എങ്ങും എങ്കിൽ ദയവായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊരു അങ്ങനെ ഒരു ഫീൽഡിലാണ് എങ്കിൽ കോൺട്രാക്റ്റ് നിങ്ങൾ ഒന്നിനും വച്ചിട്ടില്ല എന്നിരിക്കെ കോൺട്രാക്റ്റ് വെക്കാനായിട്ട് ശ്രമിക്കുക. വാക്കാൽ ഉറപ്പ് പറഞ്ഞാൽ മതി, വിശ്വാസമില്ലേ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒന്നുകൂടെ ഒരു പ്രസക്തിയുമില്ല. വാക്കാലുള്ള കാര്യത്തിന് ഉറപ്പ് ഒന്നിനും കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ എനർജി 4 ഓഫ് സോർഡ്സ് എനർജിയാണ്. അതേപോലെ നിങ്ങളുടെ കണക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണെന്ന് പറയുന്നത് എപ്പോൾ വീഴും എന്നറിയാൻ പറ്റില്ലാത്തൊരവസ്ഥയാണെന്ന്. ആ ഒരു എനർജി ഉണ്ട് ഇതിൽ. മെയിനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അസ്ട്രോളജി പ്രകാരം സാറ്റേണിന്റെ എനർജി വളരെ സ്ട്രോങ്. ഇപ്പോൾ സാറ്റേൺ റെട്രോഗ്രേഡ് സമയം, അതായത് ശനിയുടേതായിട്ടുള്ള വക്രഗതിയിലുള്ള മാറ്റം സംഭവിക്കുന്ന കാര്യം. സാറ്റേൺ പൈസസിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ആസ്ട്രോളജി ബേസിസിൽ പറയുമ്പോൾ ശുക്രൻ, അതായത് വീനസ് ക്യാൻസറിലും സാറ്റേൺ പൈസസിലും ആയിരിക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് വളരെ നല്ല നല്ല കാര്യം, ഗോൾഡ്, സ്വർണം ലഭിക്കാനുള്ള സാഹചര്യം, വിലപിടിപ്പുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള ഒരു സാഹചര്യം, ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നത് മെയിനായിട്ട് സാമ്പത്തിക കാര്യങ്ങളാണ്. അതേപോലെ ജോലിയിൽ മാറ്റങ്ങൾ വരിക, ജോലി സംബന്ധമായിട്ട് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, ഇങ്ങനെയൊക്കെ ലോങ് ടേം പ്രൊജക്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ജീവിതത്തിൽ കൊണ്ടുവരിക. അതായത് വീനസ് എന്ന് പറയുന്നത് റൂൾ ചെയ്യുന്ന പ്രത്യേകിച്ച് ലവ് ആണ്, പ്രണയം. വീനസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് എനർജിയാണ്, ലവ് ആണ്, പ്രണയമാണ്. നമ്മൾ എന്താണ് എനിത്തിങ് റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രണയവും സ്നേഹബന്ധവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തിലേക്കുള്ള ഒരു സാധ്യതയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു റെട്രോഗ്രേഡ് എനർജിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഷിഫ്റ്റ്, മാറ്റങ്ങൾ ഒത്തിരി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സീരീസ് ഓഫ് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. സീരീസ് ഓഫ് മാറ്റം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, ജോലിയിൽ മാറ്റം ഉണ്ടാവും, ഫിനാൻസ്, അങ്ങനെ
പല മേഖലയിൽ പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നിങ്ങൾ ജനിച്ചിട്ടുള്ള സമയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജനന സമയം ഇപ്പോൾ രാവിലെ വൈകുന്നേരമാണ് എന്നുള്ള ജനന സമയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓരോരുത്തരുടെയും വ്യത്യസ്തപ്പെട്ടിരിക്കും. ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളത് ജാതകവശാൽ ചെയ്യേണ്ടുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ. അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന കുറച്ച് റിച്വൽസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ റെപ്യൂട്ടേഷനിൽ മാറ്റമുണ്ട്. ആളുകൾ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാം, ഒരു സാഹചര്യത്തിൽ വളരെയധികം ഇപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അവരെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് വലിയൊരു പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ പ്രത്യേകിച്ച് പൊളിറ്റിക്സിലുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് 5th ഹൗസ് എനർജിയാണ്. അതായത് വീനസിന്റെയും സാറ്റേണിന്റെയും ആ ഒരു എനർജി കണക്ഷൻസ് നിങ്ങളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ് എങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ അതായത് എനർജീസ് വളരെയധികം എങ്ങനെയാണ് പോകേണ്ടത്, ലൈഫിൽ ഏത് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ എപ്പോഴും അതെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ എങ്ങനെയാണോ എവിടെയാണോ എന്നുള്ളത് നിങ്ങൾ ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രത്യേകിച്ച് സംഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ, പിന്നെ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കുക. അതായത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നിങ്ങളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തത് അവർ പറയുമ്പോൾ വിവരമില്ലാത്ത നമ്മളല്ലേ ക്ഷമിക്കണ്ടേ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് പോലെ നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്നുള്ളതാണ്. കാരണം പൊത്തിന്റെ ചെവിയിൽ വേദം ഊതിയിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ പൈസസിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു എനർജി കണക്ഷൻസ്, ഇമോഷണൽ കണക്ഷൻ കാണിക്കുന്നുണ്ട്. പൈസസ് എനർജി സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുക. ഇപ്പൊ ഇമോഷണലി കണക്റ്റഡ് ആണ്, ഇൻഡ്യൂട്ടീവ് ആയിരിക്കും, ആ ഒരു എനർജീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു പുതിയ ന്യൂ മൂൺ വരുന്നുണ്ട്. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിന്ന് എന്നത്തേക്കാണോ ന്യൂ മൂൺ നിങ്ങൾ വരുന്നത്, അത് എപ്പോൾ തന്നെ ആയാലും പുതിയ അവസരങ്ങൾ കൊണ്ടുവരുന്നത് ആയിട്ടുള്ള സൂചനയാണ്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ഹോം ഫ്രണ്ടിലായിരിക്കും. അതായത് കുടുംബമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബം എന്ന വീട് എന്നൊക്കെയുള്ള ഒരു സാഹചര്യം സ്വന്തമായിട്ടുള്ള വീട് തന്നെ ആയിരിക്കണം എന്നല്ല. ഇതിലിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തവരാണ് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ല ഇത് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിങ്ങൾ ഫ്ലാറ്റിലാണോ അല്ലെങ്കിൽ വാടകയ്ക്കാണോ എവിടെയാണെങ്കിലും അവിടെ ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് താൽക്കാലികമായിട്ടെങ്കിലും ഒരു നല്ലൊരു സ്പേസ് കണ്ടെത്തി അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ എന്തിലാണ് വിശ്വസിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തിൽ ആ ഒരു മതപരമായിട്ടുള്ള ചടങ്ങുകൾ, അതിലിപ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദുസ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയതായതുകൊണ്ട് നിങ്ങൾ പരമശിവനെയാണ് ആരാധിക്കേണ്ടത്. അത് പരമശിവന്റെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ആരാധിക്കുക. അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരും സെയിന്റ് ജോർജ് പുണ്യാളനെ ആരാധിക്കുക. അല്ല നിങ്ങളെങ്കിൽ സെയിന്റ് റാഫേൽ എനർജിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്, അപ്പോൾ സെയിന്റ് റാഫേലിനെ ആരാധിക്കാം. പിന്നെ മറ്റ് മതത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് എങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മതമല്ല സ്പിരിച്വൽ ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ്, ലോ ഓഫ് അട്രാക്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് എടുത്തു പറയാനുള്ള ഒരു അഫർമേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഐ നോ ദാറ്റ് മൈ ഡ്രീം ഈസ് ഓൺ ദ വേ, ഐ ആം ഒപ്റ്റിമിസ്റ്റിക്, ഐ എം കോൺഫിഡന്റ്. ഐ നോ ദാറ്റ് മൈ ഡ്രീം ഈസ് ഓൺ ദ വേ, ഐ എം ഒപ്റ്റിമിസ്റ്റിക്, ഐ എം കോൺഫിഡന്റ് എന്നുള്ള അഫർമേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ മതപരമായിട്ട് കാര്യങ്ങൾ താല്പര്യമില്ല, നിങ്ങൾക്ക് സ്പിരിച്വലിലാണ് താല്പര്യം എങ്കിൽ ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രകൃതിയുമായിട്ട്, നേച്ചറായിട്ട് കണക്റ്റഡ് ആവും. പിന്നെ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്തല്ല എല്ലാ സമയത്തും സഹജീവികളോടുള്ള കാരുണ്യം വളരെ കാണിക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മൃഗത്തിനെ ഉപദ്രവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വരികയാണ്, പെട്ടെന്ന് വീട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ പരമാവധി നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു വരുന്ന സമയത്ത്. കുറഞ്ഞത് ഇത് കേൾക്കുന്നതിൽ 3 മാസത്തേക്കെങ്കിലും നിങ്ങളൊന്ന് ഒഴിവായി നിൽക്കുക.
മറ്റാരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല എന്നുള്ളത് പറയാം. എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. മൃഗങ്ങളെ ദ്രോഹിക്കാതിരിക്കുക, പ്രത്യേകിച്ച് എലികളുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. എലികളെ പ്രത്യേകിച്ച് ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പാമ്പ്, മറ്റു മൃഗങ്ങളെയും. കാരണം ഇങ്ങനെയുള്ള ജീവികളാണല്ലോ കൂടുതലായിട്ട് നമ്മൾ പെട്ടെന്ന് ആ ഒരു ഉപദ്രവിക്കുന്നതിലേക്ക് വരുന്നത്. എന്തായാലും നിങ്ങളുടെ എനർജിയിൽ വളരെയധികം ഫീൽ ബെറ്റർ തോന്നിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളൊരു മെസ്സേജാണ് ഇത് ഇവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് നമ്പർ 2ലേക്ക് കിടക്കാം. സോ ഇനി നിങ്ങൾ നമ്പർ 2 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്പർ 2 ഇവിടെ ഇനി പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ പൈൽ നമ്പർ 2. ഓക്കെ, നിങ്ങളുടെ തീം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ജസ്റ്റിസ് എനർജിയാണ്. ജസ്റ്റിസ് എനർജി കർമ്മയാണ്, ഫാമിലിയാണ് കാണിക്കുന്നത്. ഫാമിലി കണക്ഷൻസ് ഇവിടെ പറയാനുള്ള നിങ്ങൾക്കുള്ള നാഗദൈവങ്ങളുടെ സന്ദേശം എന്നാൽ നിങ്ങളുടെ കർമ്മം ബാക്കി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഉള്ള ഒരു ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, ഇനി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് നല്ല ജോലി നല്ല സാമ്പത്തികം എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സംഘർഷം, കുടുംബാന്തരീക്ഷത്തിൽ പ്രശ്നം, ചില ആളുകൾക്ക് കുട്ടികളില്ല, സന്തത പരമ്പരകളില്ലാത്ത സാഹചര്യം, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് 13-ാം തീയതി വരുന്ന 13 ഇത് എന്നാണ് നിങ്ങൾ കേൾക്കുന്നത് അതിൽ നിന്ന് വരുന്ന 13-ാം തീയതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ പ്രധാനമുള്ള ഒരു ദിവസമാണ്. ഈ വരുന്ന നിങ്ങളിത് കേൾക്കുന്നതിൽ നിന്ന് വരുന്ന 13-ാം തീയതിക്ക് നിങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു അന്നദാനം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അത് വെളുത്ത, അതായത് ഇപ്പോൾ പാല് ദാനം ചെയ്യുക. അന്നദാനം എന്ന് പറയുമ്പോൾ അരിയാണ്, ചോറ്, അപ്പം അത് വെള്ളയാണ്. അതേപോലെ പാല് ദാനം ചെയ്യാവുന്നതാണ്. അതുപോലെ വസ്ത്രങ്ങൾ, വെള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. അത് പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്. അതുപോലുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, ഇവിടെ കർമ്മത്തിന്റെ സ്ട്രോങ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ കാണിക്കുന്നതിൽ പല ആളുകൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഹീലിംഗിന്റെ അനിവാര്യത ഉണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി കാണുമ്പോൾ കർമ്മത്തിന്റെ എനർജി സ്ട്രോങ് ആയിട്ട് ബാക്കി നിൽക്കുന്നത് വളരെയധികം നിങ്ങളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൺട്രോൾ വിട്ടുപോവാണ് പല കാര്യങ്ങളും. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നിങ്ങൾ മാനസികമായിട്ട് ഒത്തിരി എഫക്റ്റഡ് ആണ്. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ദേഷ്യം വരിക. എന്തെങ്കിലും ഒരു കാര്യം സിറ്റുവേഷൻസ് വന്നാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടാൽ ആ വ്യക്തി തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ വ്യക്തിയെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് വഴക്കിട്ടു. അതായത് നിങ്ങൾക്കത് പറഞ്ഞ് ജയിക്കണം എന്നുള്ള ഒരു ഇതാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഒരുപക്ഷെ നിങ്ങളുടെ പൂർവ്വജന്മത്തിന്റെ എനർജി ആവാം, നിങ്ങൾക്ക് ജയം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് മറ്റുള്ളവർ മൂല്യം നൽകിയിട്ടുണ്ടാവില്ല എന്നുള്ള എനർജി. അത് ചിലപ്പോൾ പൂർവ്വജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ കഴിഞ്ഞ ജന്മത്തിലേ ആവാം, അല്ലെങ്കിൽ ഈ ജന്മത്തിലാണെങ്കിൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ആയിരിക്കും. നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള വാക്കുകൾക്ക് ഒരിക്കലും വില കൽപ്പിച്ചിട്ടുണ്ടാവില്ല. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്നത്. അപ്പോൾ അത് നിങ്ങൾ മുതിർന്നപ്പോൾ നിങ്ങളിലേക്ക് ഒത്തിരി നെഗറ്റിവിറ്റി, ഒത്തിരി സ്ട്രെസ് ഒക്കെ കൊണ്ടുവന്നിട്ട് വളരെ ഓക്വേർഡായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയർ ട്രാൻസിറ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
എന്താണ് ഒരു ഫയർ നമ്മുടെ അടിയിൽ ഇരിക്കുന്നിടത്ത് തീ കത്തിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ, അങ്ങനത്തെ ഒരു നെഗറ്റിവിറ്റിയും ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു ലിയോ എനർജി കാണിക്കുന്നുണ്ട്. ലിയോ എനർജി 6th ഹൗസ് ആണ് ഡെയിലി വർക്കുമായിട്ട് ബന്ധപ്പെടുത്തി, റൂട്ടീനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീടായിക്കൊള്ളട്ടെ, കുടുംബമായിക്കൊള്ളട്ടെ, മറ്റെന്ത് കാര്യം നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിലൊക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സ്വസ്ഥമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇതൊക്കെ കൂടി ചേർന്നിട്ട് നിങ്ങളുടെ ജീവിതം വളരെയധികം ദുർഘടമായിരിക്കും. അപ്പോൾ ഈ ഒരു സ്വത്ത് സുഖങ്ങൾ ഉണ്ടവരാണെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. അല്ലാത്തവരാണെങ്കിൽ സ്വത്തുവകകൾ തീരെ കുറവായതുകൊണ്ട് എന്നും പ്രാരബ്ധം, കടം, അത് മൂലം, അതായത് പൊതുവെ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അതിന്റെ കാരണം ചിലപ്പോൾ സ്വത്തായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും മനസ്സമാധാനത്തിന്റെ കുറവെന്ന് പറയുന്നത് കർമ്മത്തിന്റെ ബാക്കി നിൽപ്പാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹീലിംഗ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെ ഒരു സ്ട്രോങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഐ എം ഫ്രീ ടു ചൂസ് മൈ ഹീലിംഗ് ആൻഡ് മൈ ലൈറ്റ്. ഐ എം ഫ്രീ ടു ചൂസ് മൈ ഹീലിംഗ് ആൻഡ് മൈ ലൈറ്റ് എന്നുള്ളത് നിങ്ങളുടെ അഫർമേഷൻ നിങ്ങൾക്ക് പറയാം. ഇത് മതപരമായിട്ട് ചിന്തിക്കുന്നവരോ സ്പിരിച്വലി ചിന്തിക്കുന്നവരോ അല്ലാത്തവർക്കോ ആർക്കെങ്കിലും പറയാം. ഇനി നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ, ഇപ്പോൾ ഹിന്ദു മതവിശ്വാസിയാണെന്നിരിക്കെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നരസിംഹമൂർത്തിയെ ആരാധിക്കുക, നരസിംഹ മന്ത്രം ജപിക്കുക. കർമ്മഫലം ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ നാഗക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ഗരുഡൻ കാവ് സന്ദർശിക്കുന്നത് ഏറ്റവും അത്യുത്തമമായിരിക്കും. അല്ലെങ്കിൽ ഗരുഡന്റെ ഏതെങ്കിലും ക്ഷേത്രമോ അല്ലെങ്കിൽ നാഗങ്ങളുടെ ക്ഷേത്രം സന്ദർശിക്കുക. മഞ്ഞൾ ക്ഷേത്രത്തിൽ അർപ്പിക്കാവുന്നതാണ്. അപ്പോ അത് ഏത് മതത്തിൽപ്പെട്ടവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതറിയില്ല, ചില ആളുകൾ ചെയ്യുന്നുണ്ടാവും, ചില ആളുകൾ ഇഷ്ടം ഉണ്ടാവില്ല, ചില ആളുകൾ ചെയ്യും. അപ്പോ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരും മുസ്ലിംസ് ആയിട്ടുള്ളവരും പൊതുവെ അങ്ങനെ പറഞ്ഞു ചെയ്യിക്കാറുണ്ട്. കാരണം അത് ഉള്ളിൽ ക്ഷേത്രത്തിൽ കയറുന്നില്ല, അത് അതിന് പൈസ കൊടുത്ത് ഏൽപ്പിക്കുക, അത് അവിടെ ചെയ്തോളും എന്നുള്ള രീതിയിലാണ്. ഇനി നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ഇനി വെള്ളം പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുക. എങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് ഭക്ഷണമോ വെള്ളമോ മിണ്ടാപ്രാണിക്ക് കൊടുക്കുന്നത് വളരെയധികം, പ്രത്യേകിച്ച് പക്ഷികൾക്ക് കൊടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക്. ഇതൊക്കെ അതായത് നമ്മളിലേക്ക് തിരിച്ചു വരാത്ത കാര്യം, അതായത് ഒരു തരത്തിൽ നമ്മളിലേക്ക് തിരിച്ചൊന്നും കിട്ടില്ല എന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഉറപ്പുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്യുമ്പോഴാണ് അത് ശരിയായിട്ടുള്ള രീതിയിൽ സഹായം. കാരണം അപ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്, അതൊരു സഹായമാണ്. അപ്പോഴാണ് അതൊരു സഹായമാവുന്നത്, എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്ന ഒരു സഹായമല്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി സർപ്രൈസ് വരുന്നുണ്ട്. യുറാനസിന്റെ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ സഡൻ അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റൊമാൻസ്, പ്രണയം, കുട്ടികൾ, ക്രിയേറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ബ്ലോക്കൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും, ക്രിയേറ്റിവിറ്റി. അപ്പോൾ 5th 7th 8th ഹൗസസിലൊക്കെ ഉള്ള ഒരു മാറ്റങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീനസ് എനർജി 60 ഡിഗ്രി കോൺഫിഗറേഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് വിത്ത് പ്ലാനറ്റ് യുറാനസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ, പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലപ്പോഴും തടയായിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ കർമ്മദോഷങ്ങളാണ്, പൂർവിക കർമ്മങ്ങൾ. അപ്പോൾ ഇതിലൊന്നും ചെയ്യാവുന്നത് നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള മരണാന്തര ചടങ്ങുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബലിയിടലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ ബലിയിടല്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ ഓർമ്മ ദിവസത്തിന് വേണ്ടിയിട്ട് ചെയ്യാം, മുസ്ലിംസ് ആണെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുക എങ്കിൽ അത് ചെയ്യാം. കാരണം എപ്പോഴും ആൻസിസ്റ്റേഴ്സിനെ പ്രീതിപ്പെടുത്തിയാൽ കർമ്മദോഷങ്ങളിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ആർജിച്ചിട്ടുള്ള പല പോസിറ്റിവിറ്റിയും നമ്മുടെ ഉള്ളിലുണ്ടാവും, അത് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ്. കർമ്മ ഫലം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും. അത് നിങ്ങളുടെ ആണെങ്കിലും പാരമ്പര്യമായിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഓടുന്ന രക്തവും നിങ്ങളുടെ ശരീരമാകുന്ന ആ ഒരു ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ജനറേഷൻ വൈസ് കണക്ഷൻസ് ഉണ്ട് നിങ്ങളുടെ സോൾ അല്ലാതെ. അപ്പോൾ ആ ഒരു സോൾ കോൺട്രാക്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നല്ല എനർജീസിൽ വരാനും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറിപ്പോകാനും വേണ്ടുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ കർമ്മം നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുന്നോട്ടേക്ക് പോകുന്തോറും പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് അടുത്ത നമ്പർ 3യിലേക്ക് പോകാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ നമ്പർ 3. ഇനി നമ്പർ 3 ആണ് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഫയൽ നമ്പർ 3. ഓക്കെ, ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫയൽ നമ്പർ 6 ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. 6 ഓഫ് കപ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു എനർജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ വളരെ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നുള്ളൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ഫ്രീഡം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ സംബന്ധിച്ചൊരു റെയർ മാർസ് ട്രാൻസിറ്റ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നത് വളരെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ബ്രേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. പുതിയൊരു ഫ്രീഡം ലഭിക്കുകയാണ്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങളുടെ ഫാമിലിയോട് ഒത്തൊരുമിച്ചായിരിക്കും താമസിക്കുന്നുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ യുറാനസ് ടോറസ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും ലൈഫിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ 2020 മറ്റോ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ 2022 സംഭവിച്ചിട്ടുണ്ടാവാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതായത് ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന ഒരു പക്ഷെ നിങ്ങൾ വീട്ടിൽ ഇത്രയും നാളെ നിന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പുറത്ത് വിദേശത്ത് പോയിട്ട് പഠിക്കുന്നതായിരിക്കും, ഏതെങ്കിലും ദൂരദേശത്ത് പോയി പഠിക്കുന്നതോ മറ്റെവിടെയെങ്കിലും ഒക്കെ ഒരു മാറ്റം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഫ്രീഡം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് വിവാഹമായിരിക്കും ഇത് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കും ചിലപ്പോൾ വളർന്നിട്ടുണ്ടാവും. നിങ്ങളുടെ പാരന്റ്സ് ചിലപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. കാരണം ഇവിടുത്തെ ഒരു എനർജി, ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യു ആർ മൂവിങ് അവേ, എവിടേക്കോ മാറുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് വളരെ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കും. അപ്പോൾ നിങ്ങൾ വിവാഹശേഷം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയാണ്. അപ്പൊ ഒരുപക്ഷെ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിട്ടൊക്കെ ആയിരിക്കും വളർത്തിയത്, ഭയങ്കര കെയറും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവരുടെ ചിന്തയിൽ നിങ്ങൾ എപ്പോഴും കുട്ടിയായിരുന്നു. നിങ്ങൾ കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്തിരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. അത് സ്നേഹക്കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ഒരു ദോഷഫലം എന്ന് തന്നെ പറയും. കാരണം ഒത്തിരി സ്നേഹം ഉണ്ടാകുമ്പോൾ അവരെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്നത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവുന്നില്ല, എല്ലാത്തിനും ഡിപ്പെൻഡന്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് എന്താണ് പറ്റാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എവറിത്തിങ് അവരാണ് തീരുമാനിക്കുക, ഡ്രസ്സ് മുതലെല്ലാം. അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യുന്നതും മറ്റൊരിടത്തേക്ക് പോകുന്നതും എന്ന് പറയുമ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ആദ്യമായിട്ട് നിങ്ങളെ കിൻഡർ ഗാർഡനിൽ ചേർത്തൊരു സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങൾക്കൊന്നും അറിയില്ല എവിടെയാണ് എന്താന്നുള്ളത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചെറിയൊരു ഭയവും ഉള്ളിലുണ്ടാവാം.
അല്ലെങ്കിൽ നിങ്ങളൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു അടുത്തിടയ്ക്ക് ഇത് നടക്കാൻ പോകുന്ന ഒരു എനർജി അല്ല, നടന്ന സംഭവമാണ്. അപ്പൊ അടുത്തിടയ്ക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിൽ ആരെങ്കിലുമോ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഒരു നിങ്ങളെക്കാൾ മുതിർന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ അങ്കിളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരും ഒരാൾ മരിച്ചതായിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നത്. അപ്പൊ ആ വ്യക്തി വിട്ടുപോയപ്പോഴാണ് നിങ്ങൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്ന വ്യക്തിയായിരിക്കാം. ആ വ്യക്തി വിട്ടുപോയതിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലും തീരെ പ്രതീക്ഷിക്കാതെ സംഭവിച്ചതായിരിക്കാം. അതിന്റെ ഒരു നിങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, കാരണം നിങ്ങൾ എല്ലാത്തിനും ഓടിപ്പോകുന്നത് ഈ വ്യക്തിയുടെ അടുത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വയം തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഭയങ്കര ബുദ്ധിമുട്ട് ആ വ്യക്തി വളരെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് പോലെ ചില ആളുകൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള എന്തൊരു ബിസിനസ്സാണ്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കണക്ഷൻസ് ഇവിടെ പറയുകയാണെങ്കിൽ വളരെ എന്താണ് എല്ലാം വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. നിങ്ങളെ ബന്ധങ്ങളൊക്കെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്നിനും ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, മറിച്ച് പല ബന്ധങ്ങളിലും ഒരു കണക്ഷൻ, ഒരു എന്താ പറയുക ഒരു ആണി അടിച്ചു വെച്ച പോലെയാണ്. അതവിടെ ഒട്ടിയിരിക്കുന്നത് ആ ആണിയുടെ ബലത്തിൽ മാത്രമാണ്. ആ ഒരു സിറ്റുവേഷനാണ്, ഒരു വളരെ പാസീവ് അഗ്രസീവ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയാവുന്ന രീതിയിലും എന്താണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ വളരെ അതിൽ നിന്ന് മാറ്റമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ടെക്നിക്കലി മാർസ് എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ ചുറ്റുമുള്ള എൻവയൺമെന്റിൽ ഒരു ആർഗ്യുമെന്റ് കോൺഫ്ലിക്റ്റ് ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ എനർജി നിങ്ങളിലുണ്ട്. അപ്പോൾ അതേപോലെ ജൂപ്പിറ്ററിന്റെ എനർജി ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ ആ ഒരു കണക്ഷൻ, അതായത് കുടുംബ അന്തരീക്ഷത്തിൽ ആ ഒരു ആർഗ്യുമെന്റ് ഒക്കെ പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ 4th ഹൗസ് എനർജി ഓഫ് ട്രാവല് കാണിക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് മാറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലത്തെ ആ സെയിം എനർജി തന്നെയാണ്. മാർച്ച് എനർജി എന്ന് പറയുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ധൃതിയാണ്. അപ്പോൾ ഫിസിക്കൽ എനർജി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സസൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. എക്സസൈസോ ജിമ്മിൽ പോവോ ഡാൻസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ നല്ലത്, അത് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ്, അതായത് കായിക അഭ്യാസത്തിൽ എന്തിലെങ്കിലും ഏർപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കുന്നതല്ല, കാരണം കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അവരുടെ പുറകെ കിടന്ന് ഓടുമ്പോൾ തന്നെ പകുതി നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളായിട്ട് സമയം ചെലവഴിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് കാര്യങ്ങൾ ചെയ്യുന്നതോ നല്ലതായിരിക്കും. ഫിസിക്കൽ എനർജി ഒത്തിരി ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചില ആളുകൾ ഒത്തിരി ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. ദേഷ്യം വരുന്നതിന് ഓഫ്കോഴ്സ് അതിൻ്റെതായിട്ടുള്ള പല റീസൺസ് ഉണ്ട്. ശാരീരികമായിട്ട് അസ്വാസ്ഥ്യമുള്ളവരുണ്ടാവാം, ഹെൽത്ത് പ്രോബ്ലംസ്, അല്ലാതെ ഹീലിംഗ് ആവശ്യമുള്ളവരുണ്ടാവും, അല്ലാതെ മറ്റു കാര്യങ്ങളിലുണ്ടാവാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ എനർജി നിങ്ങളിൽ ഒത്തിരി കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് മടിയുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വർക്ക് ലോഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിനൊന്നും പോകാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഫിസിക്കൽ എനർജി ഒത്തിരി ശരീരത്തിനുള്ളിൽ കൂടിയിരിക്കുമ്പോൾ അത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലാത്തത് കൊണ്ട് നിങ്ങളത് ദേഷ്യത്തിലൂടെയാണ് അത് ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ആ ഒരു ദേഷ്യം റിലീസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ വെറുതെ വീടിന് പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ബാഡ്മിന്റൺ കളിക്കുക, അല്ലെങ്കിൽ ചെറിയ ക്രിക്കറ്റോ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു 30 മിനിറ്റ്സ് എല്ലാ ദിവസവും അതിനുവേണ്ടി എന്തായാലും ചിലവഴിക്കുക. എത്ര ക്ഷീണമാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എനർജി അതിലൂടെ റിലീസ് ആയി പോകുന്നുണ്ട്. ഫിസിക്കൽ എനർജി ആട്ടോ പറയുന്നത്. അപ്പോൾ അത് റിലീസ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദേഷ്യവും വാശിയും ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ എനർജി റിലീസായി പോയി കഴിഞ്ഞാൽ ഹീറ്റ് ഉള്ളിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓൺടർപ്രണോറിയൽ എനർജി ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞത് ഓൺലൈൻ ബിസിനസ്സാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ എളുപ്പമാണ് അത് തുടങ്ങാനായിട്ട്. ഇപ്പോൾ കാരണം അത് നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിന്റെ ഇടയിൽ നിങ്ങൾക്കത് ചെയ്യാം സമയം കണ്ടെത്തി.
അപ്പോൾ ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ കൂടിയും നിങ്ങൾ കുറേശ്ശെ ചെറിയ രീതിയിൽ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ഓൺടർപ്രണോറിയൽ എനർജി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞ 6 ഓഫ് കപ്സ് എനർജിയാണ്. മിസ്സിങ് നൊസ്റ്റാൾജിയ ഫീലിങ്സ് ഒക്കെ ഉണ്ട്, അതുമൊക്കെ ഉള്ളിൽ ഉണ്ട്. അതൊക്കെ പല രീതിയിലുള്ള എന്റർടൈൻമെന്റും കാര്യങ്ങളിലൂടെ നിങ്ങൾ പുറത്ത് കളയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഉള്ളിലൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഉള്ളിൽ റിലീസ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയാനുള്ളത്. അതേപോലെ നിങ്ങൾ ആരാധിക്കേണ്ടത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെസ് റിലീസ് ചെയ്യുക, നെഗറ്റിവിറ്റീസ് റിലീസ് ചെയ്യാം. ഇത് നൃത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നൃത്തം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നൃത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നൃത്തം ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അഫർമേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ് ഐ മേക്ക് ഇന്റലിജന്റ് ആൻഡ് വൈസ് ഡിസിഷൻസ് അബൌട്ട് മൈ ഫ്യൂച്ചർ. ഐ മേക്ക് ഇന്റലിജന്റ് ആൻഡ് വൈസ് ഡിസിഷൻസ് അബൌട്ട് മൈ ഫ്യൂച്ചർ എന്നുള്ളത് നിങ്ങൾ പറയാം. അതേപോലെ തന്നെ മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും, പ്രാണായാമം ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാവുന്ന കാര്യമാണ് എന്നുള്ള മറ്റൊരു കാര്യം. ഭദ്രകാളി ദേവിയാണ് ആരാധിക്കേണ്ടത്. ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഭദ്രകാളി ദേവി ആരാധിക്കാം. അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ സെയിന്റ് മൈക്കിളിനെയാണ് ആരാധിക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ആരാധിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ ദാനം ചെയ്യുക എന്നുള്ളത്, അത് ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ദാനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ഫോർ വാച്ചിങ്.